ക്രിസ്തുവിൻ്റെ സമാധാനം നിങ്ങളോടുകൂടെ ഉണ്ടായിരിക്കട്ടെ. വചനകിരണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. രാവിലെ തന്നെ കുളിച്ചൊരുങ്ങി പണിക്ക് പോകാനായി അടുത്തുള്ള കവലയിൽ പോയി കാത്തു നിന്നതാണ് ഡാനി. എന്നാൽ പണിക്ക് വിളിക്കുന്ന ഏജന്റുമാരൊന്നും അവൻ വിളിച്ചില്ല. അതിന്റെ നിരാശയിൽ വീട്ടിലേക്ക് മടങ്ങിയ ഡാനി. സമയം വൈകുന്നേരം 3 മണി കഴിഞ്ഞിരിക്കുന്നു. വീട്ടിലിരുന്ന് മടുത്ത അവൻ ഒന്ന് ചന്തയിൽ പോകാമെന്ന് വിചാരിച്ച് ഒരു സഞ്ചിയും എടുത്ത് വീട്ടിൽ നിന്നിറങ്ങി. കവലയിൽ ചെന്നപ്പോൾ അതാ കൂലിക്ക് ആളെ കൊണ്ടുപോകുന്ന ഏജന്റ് അവിടെ നിൽക്കുന്നു. ഡാനിയെ കണ്ടതും അയാൾ അടുത്തു വന്ന് പറഞ്ഞു, അല്പം പണിയുണ്ട്, വരാമോ? ഡാനി ചോദിച്ചു, ഇനി ഈ 2 മണിക്കൂർ എന്ത് പണിയാനാണ്? അതൊന്നും സാരമില്ലെന്നേ, കൂലിയൊക്കെ കൃത്യമായിട്ട് തരും. അയാളുടെ വാക്ക് കേട്ട് ഡാനി കൂടെ യാത്രയായി. അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കുറെ അധികം പണിക്കാർ പണിയുന്നുണ്ട്. ഈ വൈകിയ സമയത്ത് പണിക്ക് ചെന്ന ഡാനിയെ കണ്ട് മറ്റു പണിക്കാർ പുച്ഛത്തോടെ അവനെ നോക്കി. എന്നാലും ഡാനി അതൊന്നും ശ്രദ്ധിക്കാതെ പണി ആരംഭിച്ചു. അവരുടെ വർത്തമാനത്തിൽ നിന്ന് ഡാനിക്ക് ഒരു കാര്യം മനസ്സിലായി. പണിക്കാരെല്ലാവരും രാവിലെ തന്നെ വന്നവരല്ല, പല സമയത്താണ് വന്നത്. വൈകുന്നേരം 5 മണി കഴിഞ്ഞപ്പോൾ അതാ വേറൊരാൾ കൂടി പണിയാൻ വന്നിരിക്കുന്നു. ഡാനി ചിന്തിച്ചു, എന്തോ അത്യാവശ്യമുണ്ട്, അതാണ് ഈ സമയത്തും ആളുകളെ പണിക്ക് വിളിക്കുന്നത്. അല്ലെങ്കിൽ പിന്നെ ഈ സമയത്തൊക്കെ ആരെങ്കിലും പണിക്കാരെ വിളിക്കുമോ? ഇനി കഷ്ടിച്ച് 1 മണിക്കൂർ കൂടിയുണ്ട്. പണി സാധനങ്ങൾ കഴുകി വെച്ച് കൈയും കാലുമൊക്കെ കഴുകി കൂലി വാങ്ങാനുള്ള സമയമേ ഉള്ളൂ. 6 മണിയായപ്പോൾ യജമാനൻ വന്നു. അവസാനം വന്നവനെ ആദ്യം വിളിച്ച് ആ ദിവസത്തെ മുഴുവൻ കൂലിയും കൊടുത്തു. അതുകണ്ട് കണ്ണുമിഴിച്ചിരിക്കുമ്പോഴാണ് അവന് വിളിച്ചത്. അവനും കിട്ടി 1 ദിവസത്തെ കൂലി. തന്റെ പിന്നിൽ നിൽക്കുന്നവരെ അവൻ ശ്രദ്ധിച്ചു. വലിയ സന്തോഷത്തിലാണവർ. കാരണം അവസാന നിമിഷം വന്ന തങ്ങൾക്ക് ഇത്രയും കിട്ടിയെങ്കിൽ അതിൻ്റെ ഇരട്ടിയിലധികം കിട്ടുമെന്ന് അവർക്കറിയാം. ആ സന്തോഷമാണ് അവർ പ്രകടിപ്പിക്കുന്നത്. എന്നാൽ യജമാനൻ എല്ലാവർക്കും ഒരേപോലെ തന്നെ 1 ദിവസത്തെ കൂലി കൊടുത്തു. രാവിലെ വന്നവരുടെ മുഖം ചുളിഞ്ഞു. അവർ പിറുപിറുക്കാൻ ആരംഭിച്ചു. യജമാനൻ ചോദിച്ചു, അവിടെ എന്താ പ്രശ്നം? അവർ പറഞ്ഞു, പകലിലെ വെയിൽ മുഴുവൻ കൊണ്ട് പണിയെടുത്ത ഞങ്ങൾക്കും ഇവർക്കും ഒരേ കൂലിയാണല്ലോ തന്നത്. യജമാനന്റെ മറുചോദ്യം ഇതായിരുന്നു, നിങ്ങൾക്ക് തരാമെന്ന് പറഞ്ഞത് ഞാൻ തന്നില്ലേ? ഉവ്വ, അവർ പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ പ്രശ്നം നിങ്ങൾക്ക് കിട്ടാത്തതല്ല, അവർക്ക് കിട്ടിയതാണ്. നിങ്ങളുടെ അസൂയയും കുശുമ്പും ഒന്നും ഇവിടെ വേണ്ട. അർഹമായത് തന്നില്ലേ, അതും വാങ്ങിക്കൊണ്ട് പോയിക്കൊള്ളുക. എല്ലാവരും യാത്രയായി. പോകുന്ന വഴിയിൽ ഡാനി മറ്റുള്ളവരോട് ആ യജമാനെ കുറിച്ച് ചോദിച്ചു. ഒരാൾ പറഞ്ഞു, നിനക്ക് അയാളെ അറിയില്ലേ? നല്ലൊരു മനുഷ്യനാണ്. അപ്പോൾ മറ്റൊരാൾ പറഞ്ഞു, അയാളുടെ മുമ്പിൽ ഈ അസൂയയും കുശുമ്പും ഒന്നും ഏൽക്കത്തില്ലെന്നേ. ന്യായമായതൊക്കെ എല്ലാവർക്കും തരാൻ അയാൾക്ക് നല്ല കഴിവാണ്. അപ്പോൾ കൂട്ടത്തിൽ ഒരാൾ ചോദിച്ചു, അയാളുടെ പേര് ക്രിസ്തു എന്നാണോ? അതെ, നീതിയും ന്യായം നടത്തുന്നവരുടെ പേരാണ് ക്രിസ്തു. ആ ക്രിസ്തു ആകുവാൻ വിളിക്കപ്പെട്ടവരാണ് നാം. ശുഭദിനം നേരുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആയുധം ഫലിക്കയില്ല, നിനക്കെതിരായി വരും. ആയുധം ഫലിക്കയില്ല, നിന്റെ ഉടയവൻ നിന്നവകാശം, തന്റെ ദാസൻ നീതിയവൻ. നിന്റെ ഉടയവൻ നിന്നവകാശം, തന്റെ ദാസൻ നീതിയവൻ. എണ്ണി എണ്ണി സ്തുതിക്കുവാൻ എണ്ണം. എന്നെ താങ്ങിയ